സഭയായിരിക്കണം. ദൈവസഭ എന്നുള്ളത് സ്വമേധാദാനമായി അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള സഭ. നാളിലെ എന്റെ ഒരു നാളെ കുറിച്ച് വാസിക്കും. സേനാ ദിവസത്തിൽ എന്നൊരു ദിവസത്തെ കുറിച്ച് വായിക്കും. പരാക്രമത്തിൻ നാൾ എന്ന് சொன்னால் என்ன? സേനാ ദിവസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റുകൊള്ളുകിற നാൾ. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുന്ന ദിവസം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റുകൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കും. പരാക്രമശാലിയാക മാറ്റപ്പെടുക. നാം ഒരു പരാക്രമശാലിയായി തീരുന്നു. നാമും ദേവനും ഒന്നാക്കപ്പെടുகிறோம். നാമും ദൈവവും ഒന്നായി തീരുന്നു. യോവാൻ 14:20 വാസിക്കുമ്പോൾ യോഹന്നാൻ 14:20 പിതാവിലും നിങ്ങൾ എന്നിലും ഇരുപ്പത് അന്നാളിൽ അറിവീர்கள். ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും എന്ന അന്നാളിൽ അറിയും. ഇവിധமாக അഭിഷേകത്തിനാൽ, ഇപ്രകാരം അഭിഷേകത്താൽ പരാക്രമത്തിൻ നാളിലെ അസേനാ ദിവസം ഒരു ശരീരமாக സഭയാക മാറ്റപ്പെട്ടു. നാം ഒരു ശരീരമായി സഭയായി മാറ്റപ്പെട്ടു. അഭിഷേകം പെറാത്തവർ ദേവസഭയല്ല. അഭിഷേകം പ്രാപിക്കാത്തവർ ദൈവസഭയല്ല. അഭിഷേക പരിശുദ്ധ സഭ എന്ന് சொல்ல വേണ്ടുമാനാൽ സഭ എന്ന് പറയണമെങ്കിൽ അഭിഷേകം അന്യഭാഷ അടയാളത്തുടൻ പെറ്റുകൊള്ള വേണ്ടും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മഹിമയെ പെറ്റവർ താൻ ദേവസഭ. തേജസ് പ്രാപിച്ചവരാണ് ദൈവസഭ. കൂടാരത്തെ ആശീർപ്പ് കൂടാരം എന്ന് അഴക്ക വേണ്ടുമാനാൽ ആ കൂടാരത്തെ സമാഗമന കൂടാരം എന്ന് വിളിക്കണം. മഹിമ കാണപ്പെട വേണം. അവിടെ ഒരു തേജസ് കാണപ്പെടണം. യാത്രാഗമം 40:36 നാം വാസിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 40 വാക്യം വായിക്കുമ്പോൾ എന്നെ വാസിக்கிறோம்? എന്ത് വായിക്കുന്നു? അപ്പോൾ ഒരു മേഘം വന്നത്, ഒരു മേഘം വന്നു. அந்த മേഘത്തിലിരുന്ന് മഹിമയാനത് കൂടാരത്തെ നിറപ്പിച്ചു. ആ മേഘത്തിൽ നിന്നുള്ള തേജസ് കൂടാരത്തെ നിറച്ചു. അത് ആശീർപ്പ് കൂടാരமாக മാറിവിട്ടു. അപ്പോൾ അത് സമാഗമന കൂടാരമായി മാറി. ദേവനുടെ കൂടാരமாக മാറിവിട്ടു. അതായത് ദൈവത്തിന്റെ കൂടാരമായി തീർന്നു. അങ്ങ് മോശയുടെ കൂടാരമുണ്ട്. എന്നാൽ അവിടെ മോശയുടെ കൂടാരമുണ്ട്. അതിന്റെ കൂടാരത്തിനുടെ കിഴക്ക് പകുതിയിൽ, ആ കൂടാരത്തിന്റെ കിഴക്ക് ഭാഗത്ത് മോശയുടെ കൂടാരം, ആരോന്റെ കൂടാരം, ആരോനിൻ പിള്ളകളുടെ കൂടാരം, ആരോന്റെ മക്കളുടെ കൂടാരം, അതിന്റെ തെൻപകുതിയിൽ അതിന്റെ തെക്ക് ഭാഗത്ത് കഹാത്യരുടെ കൂടാരം, കഹാത്യരുടെ കൂടാരം, അതിന്റെ മേற்கு പകുതിയിൽ, അതിന്റെ വടക്ക് ഭാഗത്ത് മേற்கு പകുതി, പടിഞ്ഞാറ് ഭാഗത്ത് മെരാര്യരുടെ കൂടാരം, വടദിശയിലെ വടക്ക് ഭാഗത്ത് ഗെർശോന്യരുടെ കൂടാരം. ഇവിടെ ചുറ്റിലും കൂടാരങ്ങളുണ്ട്. അതിന്റെ ചുറ്റുപാടും കൂടാരം ചുറ്റിലും. അതിന്റെ ഈ ഭാഗത്ത് നാം മറ്റു കൂടാരങ്ങളെ പാളയത്തെ പാർക്കലാം. മറ്റു പാളയങ്ങൾ കൂടാരങ്ങൾ കാണാം. രൂപൻ പാളയം ഇറങ്ങിനാർ, സിമിയോൻ പാളയം ഇറങ്ങി, മറ്റേ യോസേഫിന്റെ പാളയം, യോസേഫിന്റെ 12 പാളയത്തെ നാം പാർക്കണം. 12 പാളയങ്ങളെ നമുക്ക് ചുറ്റിലും കാണാം. എന്നാൽ മഹിമ കൂടാരത്തിൽ വന്നു വിട്ടത്, എന്നാൽ തേജസ് കൂടാരത്തിൽ ദേവനുടെ കൂടാരமாக മാറിവിട്ടത്. അതാണ് ദൈവത്തിന്റെ കൂടാരമായി. മോശയുടെ കൂടാരം ദേവനുടെ കൂടാരമായി മാറവില്ല. മോശയുടെ കൂടാരം ദൈവത്തിന്റെ കൂടാരമായി. കൂടാരം ദേവ കൂടാരമായി മാറവില്ല. കൂടാരം ദൈവത്തിന്റെ കൂടാരമായി തീർന്നില്ല. അതിനകത്ത് മഹിമയില്ല. കാരണം അതിൽ തേജസ് ഇല്ല. പാട്ട് ജപങ്ങൾ എല്ലാം പാട്ടും പ്രാർത്ഥനകളും എല്ലാം നീതിമാൻകളിൻ കൂടാരങ്ങൾ ജയത്തിനുടെ ഗംഭീര സത്തം കേൾക്കുമെന്ന് നാം സംഗീതത്തിൽ വാസിക്കുന്നു. നീതിമാന്റെ കൂടാരത്തിൽ ജയഘോഷമുണ്ട് എന്ന് സംഗീതത്തിൽ പാട്ടുണ്ടായിരിക്കാം, പ്രാർത്ഥന ഉണ്ടായിരിക്കാം, വചന വായന മാറ്റപ്പെട വേണ്ടുമാനാൽ സഭയായി തീരണമെങ്കിൽ ഒരു പാട്ടോ ജപമോ ഇരുന്നാൽ പോതാ. ഒരു പാട്ടോ പ്രാർത്ഥനയോ മറ്റും മാത്രം പോരാ. മഹിമയെ പെറ്റുകൊള്ള വേണ്ടും. ദൈവ തേജസ് പ്രാപിക്കാം. കൂടാരത്തിൽ മഹിമ വന്നിറങ്ങിനത്, ഈ കൂടാരത്തിൽ തേജസ് വന്നിറങ്ങി. ദേവനുടെ കൂടാരமாக മാറ്റപ്പെട്ടു. അപ്പോൾ അത് ദൈവത്തിന്റെ കൂടാരമായി തീർന്നു. ഇതുപോലെ ശലോമോനിൻ നാളുകളിലും, ശലോമോന്റെ നാളുകളിലും, രാജാക്കൾ 8-10 ഒന്ന് രാജാക്കൾ 8-10 ശലോമോൻ ദേവനെ കൊണ്ടൊരു ആലയം കെട്ടിനാർ. ശലോമോൻ ദൈവത്തിനായി ഒരു ആലയം പണിതു. BC 970 ആലയം കെട്ടപ്പെട്ടത്. BC 970 ആലയം പണിയപ്പെട്ടു. 7 വർഷം കൊണ്ട് ആലയം കെട്ടിനാർ. 7 വർഷം കൊണ്ട് ആലയം പണിതു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த ஆலயத்தை அவன் பிரதிஷ்டை செய்கிற வேளையில், ஆலயத்தை அவன் பிரதிஷ்ഠிக்குമ്പോൾ ஷக்கைனா வந்து இறங்கினார். ദൈവത്തിന്റെ ഷെഖൈന വന്ന് ഇറങ്ങി. அப்போதுதான் தேவனுடைய ஆலயமாக மாற்றப்பட்டது. അപ്പോഴാണ് അത് ദൈവത്തിന്റെ ആലയമായി മാറിയത്. അതുവരെയും അതൊരു കെട്ടിടം தான். അതുവരെ അതൊരു കെട്ടിടം മാത്രമാണ്. ஆனால் മഹിമ வந்து ഇറങ്ങിന പോതെ, എന്നാൽ തേജസ് വന്ന് ഇറങ്ങിയപ്പോൾ ആലയமாக മാറ്റപ്പെട്ടു. അതൊരു ആലയമായി മാറി. ഇതുപോലെ നീ ദേവസഭയാക, നിങ്ങൾ ദൈവസഭയാക, ദേവാലയமாக, ദൈവാലയമായി, ദേവൻ തങ്കും ഇടமாக, ദൈവം വസിക്കുന്ന ഇടമായി മാറ്റപ്പെട வேண்டும்.
വേണ്ടുമാനാൽ നിങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ പോതാതെ രക്ഷിക്കപ്പെട്ടാൽ പോരാ, ജ്ഞാനസ്നാനം എടുത്താൽ പോതാതെ ജലസ്നാനം സ്വീകരിച്ചാലും പോരാ, ഉനക്കുള്ള പാട്ടും ജപവും വേദവാസിപ്പും എല്ലാം ഇരുക്കലാം. നിങ്ങളിൽ പാട്ടും പ്രാർത്ഥനയും വചനവായനയും എല്ലാം കാണപ്പെട്ടു. നീതിമാൻ താൻ, നിങ്ങളൊരു നീതിമാനാണ്. നീതിമാനും കൂടാരങ്ങളിൽ ജയത്തിൻ ഗംഭീര സത്തമുണ്ട്. നീതിമാന്റെ കൂടാരങ്ങൾ ജയത്തിന്റെ ഘോഷമുണ്ട്. അന ദേവാലയമാക നീ മാറ്റപ്പെട വേണ്ടുമാനാൽ എന്നാൽ ദൈവാലയമായി നിങ്ങൾ മാറണമെങ്കിൽ അഭിഷേകം പെറ്റുകൊള്ള വേണ്ടും. അഭിഷേകം പ്രാപിച്ചുകൊള്ളണം. പരാക്രമത്തിൻ നാൾ, അതാണ് സേനാ ദിവസം. അഭിഷേകം പെറ്റുകൊള്ള വേണ്ടും. അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പെറ്റുകൊള്ളും പോലെ അഭിഷേകം നാം പ്രാപിക്കുമ്പോൾ ഒരു പരാക്രമശാലികൾ, നാം യുദ്ധവീരന്മാരായി മാറുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആ പരാക്രമശാലികൾക്ക് രണ്ട് ദൈവിക സ്വഭാവങ്ങൾ തേവ. ആ പരാക്രമശാലികൾക്ക് രണ്ട് ദൈവിക സ്വഭാവങ്ങൾ വേണം. അവർ മനഃപൂർവമുള്ളവരായി இருக்க வேண்டும். ഒന്നാമത് അവർ സ്വമേധ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ളവരായി തീരണം. നമ്മൾ മനഃപൂർവமாக 11ാം വസനത്തിൻപടി റോമർ 8:16 പ്രകാരം അങ്ങ് നാം എന്നെ വാസിக்கிறோம். അവിടെ എന്ത് വായിക്കുന്നു? മരിത്തോരിൽ നിന്ന് എളുപ്പിനവരുടെ ആവി ഉങ്ങളിൽ വാസമായിരുന്നാൽ സാവുക്ക് എതുവാന ശരീരത്തെ അവർ ഉയർപ്പിപ്പാർ. ക്രിസ്തുവിനെ മരിച്ചവരെ ഉറപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ അവൻ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സാവുക്ക് എതുവാന ശരീരത്തെ ഉയർപ്പിപ്പാർ. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. വ്യാധിയുള്ള ശരീരത്തെ ഉയർപ്പിപ്പാർ. നിങ്ങളുടെ രോഗമുള്ള ശരീരത്തെ ജീവിപ്പിക്കും. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. നീ കാത്തിരുന്ന് ജപിക്കുമ്പോത് നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. അഭിഷേകമുണ്ടാകും. നിങ്ങൾക്കൊരു അഭിഷേകമുണ്ടാകും. அந்த അഭിഷേകത്തിനാൽ ദേവനുന്റെ ശരീരത്തിലെ കട്ടുകൾ, വ്യാധികൾ, ബലവീനങ്ങൾ എല്ലാം അകറ്റുവാർ. ആ അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ ശരീരത്തിലെ ബന്ധനങ്ങൾ, വ്യാധികൾ, ബലഹീന. അപ്പൊ നീ എപ്പോഴും ആവിക്കുള്ള ഇരുക്ക വേണ്ടും. എപ്പോഴും നിങ്ങൾ അപ്പോൾ ആത്മാവിൽ അഭിഷേകം എന്നെ കൈവിടാതെ. അഭിഷേകം നിങ്ങളെ കൈവിടില്ല. അഭിഷേകം താൻ എന്നെ ഉയർപ്പിച്ചത്. അഭിഷേകമാണ് എന്നെ ജീവിപ്പിച്ചത്. സ്തോത്രം താൻ എന്നെ ഉയർപ്പിച്ചത്. സ്തോത്രമാണ് എന്നെ ജീവിപ്പിച്ചത്. அந்த അഭിഷേകത്തിൽ നാം ജീവിപ്പോ. ആ അഭിഷേകത്തെ നമുക്ക് ജീവിക്കാം. 1 യോവാൻ 2-ാം അധികാരം 27-ാം വസനത്തെ വാസിക്കുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം വാക്യം വാസിக்கிறோம். എന്ത് വായിക്കുന്നു? നിങ്ങൾ പെട്ടതാൻ അഭിഷേകത്തിൽ നിലത്തിരുങ്ങൾ. നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിൽ വസിപ്പിൻ. அந்த അഭിഷേകത്തിൽ നിലത്തിരുങ്ങൾ. ആ അഭിഷേകത്തിൽ നിലനിൽപ്പിൻ. അഭിഷേകം മുന്നോട്ട് പേസും. ആ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. 1 യോവാൻ 2:27. 1 യോഹന്നാൻ 2:27. நீங்கள் அவராலே பெற்ற அபிஷேகம், அவராலே பெற்ற அபிஷேகம் உங்களில் நிலைத்திருக்கிறது. உங்களில் நிலைத்திருக்கிறது. ஒருவரும் உங்களுக்கு போதிக்க வேண்டிய அவசியம் இல்லை. அந்த அபிஷேகமானது சகலத்தையும் குறித்து உங்களுக்கு போதிக்கிறது. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. അഭിഷേകത്തിൽ നിലത്തിരുങ്ങൾ. അഭിഷേകത്തിൽ നിലനിൽപ്പിൻ. അഭിഷേകത്തെ വിട്ടുവിടാതെ. അഭിഷേകത്തെ കളയരുത്. എല്ലാ പോറ എന്റെ അമ്മാവുക്കും കൂടെ അഭിഷേകം വന്നിറങ്ങിനത്. എന്റെ അമ്മയുടെ മേലും അഭിഷേകം വന്നിറങ്ങി. ഉടനെ കൈ ഉള്ളുക്കുള്ളേ പോയി വിട്ടത്. ഉടനെ കൈ അകത്ത് പോയി. തല വെളിയെ വന്ന് തല പുറത്ത് വന്നു. ആര് ചെയ്തത്? ആര് ചെയ്തത്? അഭിഷേകം. അഭിഷേകം. എന്റെ അപ്പ തളർന്നു കിടന്ന എന്റെ തകപ്പനാർ, തളർന്നു കിടന്ന എന്റെ പിതാവ് ആവിയിൽ നിറമ്പി, ആത്മാവിൽ നിറഞ്ഞ് അപ്പടിയെ കളി കൂർന്നാർ, സന്തോഷിച്ചു. അഭിഷേകം അവരെ തൂക്കിവിട്ടത്. അഭിഷേകം തന്നെ എഴുന്നേൽപ്പിച്ചു. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. இந்த അഭിഷേകം വെറും സത്തം പോടുകൃതുക്കുള്ള അഭിഷേകമല്ല. ഈ അഭിഷേകം വെറുതെ ഒച്ച ഉണ്ടാക്കുന്ന അഭിഷേകം. വിടുതലിന്റെ അഭിഷേകം. அந்த അഭിഷേകത്തെ നാം പെറ്റുകൊള്ള വേണം. അഭിഷേകത്തെ നാം പ്രാപിക്കണം. അഭിഷേകത്തിൽ നിലത്തിരുക്ക വേണം. അഭിഷേകത്തിൽ നിലനിൽക്കണം. அந்த അഭിഷേകം നമ്മെ നടത്തും. അഭിഷേകം നമ്മെ നടത്തും. അഭിഷേകം നമ്മോട് പേസും. അഭിഷേകം നമ്മോട് സംസാരിക്കും. അഭിഷേകം നമ്മെ ഉയർപ്പിക്കും. അഭിഷേകം നമ്മെ ജീവിപ്പിക്കും. വ്യാധികൾ, എന്ത് രോഗമാണ്, പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നമാണ്, പോരാട്ടങ്ങൾ, എന്ത് പോരാട്ടമാണ്, പണത്തിന്റെ പ്രശ്നം, ശൂന്യ കെട്ടുകൾ, ആഭിചാര പ്രവൃത്തികൾ, കെട്ടുകൾ, മന്ത്രവാദത്തിന്റെ ബന്ധനം, എന്താണെങ്കിലും ഭയപ്പെടാതെ, ഭയപ്പെടേണ്ട നല്ല ആവിയിൽ നിറമ്പുക, ആത്മാവിൽ നിറയുവിൻ, സ്തോത്രം பண்ணுங்க, സ്തോത്രം ചെയ്യുവിൻ. அந்த പിശാസാനവൻ അഭിഷേകത്തിനാൽ മുറിയടിക്കപ്പെടും. ആ പിശാച് അഭിഷേകത്താൽ തകർക്കപ്പെടും. അതുதான் യെശയ്യാ 10:27 വാസിക്കുമ്പോൾ, യെശയ്യാ 10:27 വായിക്കുമ്പോൾ, അഭിഷേകത്താൽ അടിമ നുഖത്തെ മുറിയടിപ്പാൻ, അടിമ നുഖം തകർന്നു പോകും. അതിനാൽ അഭിഷേകത്തെ പെറ്റുകൊള്ളുക. അഭിഷേകത്തെ പ്രാപിച്ചു. നമ്മുടെ കൂട്ടത്തിലെ അതുകൊണ്ടാണ് 20 നിമിഷം ആവിയിൽ നിറപ്പ വയ്க்கிறோம். അതുകൊണ്ടാണ് കൂട്ടത്തിൽ 15 നമ്മുടെ പരിശുദ്ധവാങ്ങൾ അത് കണ്ട് വാരത്തിൽ ഒരു കൂട്ടമേ വയ്ത്തിരുന്നു. നമ്മുടെ വിശുദ്ധന്മാർ ആഴ്ചയിൽ ഒരു ദിവസം ഒരു കൂട്ടം അതിനായി തന്നെ വെച്ചിട്ടുണ്ട്. കൂട്ടം അതൊക്കെ ഒരു കൂട്ടം അതിനു വേണ്ടി തന്നെ. കൂട്ടത്തിന്റെ പേരെന്നെ? കൂട്ടത്തിന്റെ പേരെന്താണ്? കാത്തിരിപ്പ് കൂട്ടം. കാത്തിരിപ്പ് കൂട്ടം. എത്ര പേർ കാത്തിരിപ്പ് കൂട്ടത്തിലേക്ക് വരുகிறீர்கள்? എത്ര പേർ കാത്തിരിപ്പ് കൂട്ടത്തിന് പോകുന്നു? ആവിയിൽ നിറമ്പുறீங்க? എത്ര പേർ ആത്മാവിൽ നിറയും? എത്ര പേർ ഉയർപ്പിക്കപ്പെടുகிறீர்கள்? ജീവിപ്പിക്കപ്പെടുന്നു. അഭിഷേകത്തെ പെറ്റുകൊള്ളുക. അഭിഷേകത്തെ പ്രാപിച്ചു. ആവിയിൽ നിറമ്പി ജീവിപ്പോ. അപ്പോൾ ആത്മാവിൽ ജീവിക്കാം. അന്യഭാഷയിൽ സംസാരിക്കാം. പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇതോടെ നിപ്പാട്ട്. പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇപ്പടി ഉപദേശം